ഹായ്, ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മൾ ഓൾമോസ്റ്റ് ഫുള്ള് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അധികമായി കഴിഞ്ഞാൽ കരളിൽ അടിഞ്ഞുകൂടുന്ന വൈറ്റമിൻ ഏത്? അധികമായി കഴിഞ്ഞാൽ കരളിൽ അടിഞ്ഞുകൂടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ. അധികമായി കഴിഞ്ഞാൽ കരളിൽ അടിഞ്ഞുകൂടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ. പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റമിൻ ഏത്? പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റമിനാണ് വിറ്റമിൻ സി. വിറ്റമിൻ സി ആണ് പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകരാണ് ഡാഷ്. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകരാണ് DNA. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകരാണ് DNA. ശരീരത്തിൽ രക്തത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം ഏത്? ശരീരത്തിൽ രക്തത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകമാണ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡാണ് ശരീരത്തിൽ രക്തത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം. ജീവകം കെയുടെ രാസനാമം എന്ത്? ജീവകം കെയുടെ രാസനാമമാണ് ഫില്ലോക്വിനോൺ. ഫില്ലോക്വിനോൺ ആണ് ജീവകം കെയുടെ രാസനാമം. പല്ലിൽ കാണപ്പെടുന്ന നിർജീവമായ ഒരു ഭാഗം ഏത്? പല്ലിൽ കാണപ്പെടുന്ന നിർജീവമായ ഒരു ഭാഗമാണ് ഇനാമൽ. പല്ലിൽ കാണപ്പെടുന്ന നിർജീവമായ ഒരു ഭാഗമാണ് ഇനാമൽ. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് ആണ് സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. സാർക്കോമ ശരീരത്തിന്റെ ഏതു ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറാണ്? സാർക്കോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറാണ്? അസ്ഥികളെ ബാധിക്കുന്ന ക്യാൻസറാണ് സാർക്കോമ. സാർക്കോമ അസ്ഥികളെ ബാധിക്കുന്ന ക്യാൻസറാണ്. വിറ്റാമിൻ ബി കണ്ടുപിടിച്ചത് ആര്? വിറ്റാമിൻ ബി കണ്ടുപിടിച്ചത് കാസിമർ ഫങ്കാണ്. കാസിമർ ഫങ്കാണ് വിറ്റാമിൻ ബി കണ്ടുപിടിച്ചത്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതു വിറ്റാമിനെയാണ്? ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി എ ആണ് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. വിറ്റാമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലാഗ്ര. പെല്ലാഗ്രയാണ് വിറ്റാമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. വൈറ്റമിൻ സി ഏത് ആസിഡുമായി ബന്ധപ്പെട്ടതാണ്? വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡുമായി ബന്ധപ്പെട്ടതാണ്. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡുമായി ബന്ധപ്പെട്ടതാണ്. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏത്? ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഉളിപ്പല്ല്. നമ്മളിപ്പോൾ ഓപ്ഷൻ ഇല്ലാതെയാണ് പഠിക്കുന്നത്. എക്സാമിന് ഒരുപാട് ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും. നോട്ട് ചെയ്ത് പഠിക്കണം. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഉളിപ്പല്ല്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏത്? നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ആണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ. പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്രരോഗം ഏത്? പ്രമേഹം മൂലമുണ്ടാകുന്ന രോഗമാണ് റെറ്റിനോപ്പതി. റെറ്റിനോപ്പതിയാണ് പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്രരോഗം. മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമേത്? മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോക്കർ. ക്വാഷിയോക്കറാണ് മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. പ്രോട്ടീനിലെ അടിസ്ഥാന ഘടകം ഏത്? പ്രോട്ടീനിലെ അടിസ്ഥാന ഘടകമാണ് അമിനോ ആസിഡ്. അമിനോ ആസിഡാണ് പ്രോട്ടീനിലെ അടിസ്ഥാന ഘടകം. ഫൈലേറിയ വിരകൾ മൂലം മനുഷ്യനിൽ ഉണ്ടാകുന്ന രോഗം ഏത്? ഫൈലേറിയ വിരകൾ മൂലം മനുഷ്യനിൽ ഉണ്ടാകുന്ന രോഗമാണ് മന്ത്.
ഫൈലേറിയ വിരകൾ മൂലം മനുഷ്യനിൽ ഉണ്ടാകുന്ന രോഗമാണ് മന്ത്. വിളർച്ച ഉണ്ടാകുന്നത് എന്തിന്റെ കുറവ് കാരണമാണ്? വിളർച്ച ഉണ്ടാകുന്നത് ഇരുമ്പിന്റെ കുറവ് കാരണമാണ്. ഇരുമ്പിന്റെ കുറവ് കാരണമാണ് വിളർച്ച ഉണ്ടാകുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം ഏത്? എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകമാണ് കാൽസ്യം. കാൽസ്യമാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം. ആർത്രൈറ്റിസ് ഡാഷിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ആർത്രൈറ്റിസ് സന്ധികളെ ബാധിക്കുന്ന രോഗമാണ് ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസ് സന്ധികളെ ബാധിക്കുന്ന രോഗമാണ്. മനുഷ്യനഖം എന്നത് ഡാഷ് ആണ്. മനുഷ്യനഖം എന്നത് ഡാഷ് ആണ്. എന്താണ് മനുഷ്യനഖം എന്നത്? പ്രോട്ടീനാണ്. നോട്ട് ചെയ്യുക, മനുഷ്യനഖം എന്നത് പ്രോട്ടീനാണ്. പാറ്റല്ല ഏത് അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ്? പാറ്റല്ല ഏത് അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ്? മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമമാണ് പാറ്റല്ല. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമമാണ് പാറ്റല്ല. പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല്. തുടയെല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം 639 ആണ്. 639 പേശികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം 639 ആണ്. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്ര? നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33 എണ്ണമാണ്. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33 ആണ്. ഉമിനീർ ഏതു ഭക്ഷ്യഘടകത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത്? ഉമിനീർ ഏതു ഭക്ഷ്യഘടകത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത്? അന്നജത്തിന്മേൽ. ഉമിനീർ ഏതു ഭക്ഷ്യഘടകത്തിനുമേലാണ് പ്രവർത്തിക്കുന്നത്? അന്നജത്തിനുമേൽ. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. അസ്ഥികളും പേശികളും തമ്മിൽ മാറിപ്പോവരുത്, നോട്ട് ചെയ്ത് പഠിക്കാം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. അസ്ഥികളുടെ കോശങ്ങളുടെ എണ്ണത്തിലും ബലത്തിലും കുറവുണ്ടാകുന്ന രോഗം ഏത്? അസ്ഥികളുടെ കോശങ്ങളുടെ എണ്ണത്തിലും അസ്ഥികോശങ്ങളുടെ എണ്ണത്തിലും ബലത്തിലും കുറവ് ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ്. ഓസ്റ്റിയോപൊറോസിസ് ആണ് അസ്ഥികോശങ്ങളുടെ എണ്ണത്തിലും ബലത്തിലും കുറവ് ഉണ്ടാകുന്ന രോഗം. അസ്ഥികോശങ്ങളുടെ എണ്ണത്തിലും ബലത്തിലും കുറവ് ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ്. ഓസ്റ്റിയോപൊറോസിസ്. ഏറ്റവും വലിയ പേശി ഏത്? ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് ഏറ്റവും വലിയ പേശി. ഓപ്ഷൻസ് അനുസരിച്ചിട്ടാണ് പറഞ്ഞത്. ഇതിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് സ്റ്റെപ്പിഡിയസ്, സാർട്ടോറിയസ്, ഗ്ലൂട്ടിയസ് മാക്സിമസ്, ഗർഭാശയ പേശി. ഏറ്റവും വലിയ പേശി എന്നതിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് സ്റ്റെപ്പിഡിയസ്, സാർട്ടോറിയസ്, ഗ്ലൂട്ടിയസ് മാക്സിമസ്, ഗർഭാശയ പേശി. ഇതിൽ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്. നട്ടെല്ല് കൂടുതൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? നട്ടെല്ല് കൂടുതൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? കൈഫോസിസ്. നട്ടെല്ല് കൂടുതൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് കൈഫോസിസ്. നട്ടെല്ല് കൂടുതൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് കൈഫോസിസ്. നോട്ട് ചെയ്യുക. നട്ടെല്ല് കൂടുതൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് കൈഫോസിസ് എന്നത്. കൈഫോസിസ്.
പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഏത് അവയവത്തിന് തകരാറ് ബാധിച്ചവരെയാണ് ഡയാലിസിസിന് വിധേയമാക്കാറുള്ളത്? ഏത് അവയവത്തിന് തകരാറ് ബാധിച്ചവരെയാണ് ഡയാലിസിസിന് വിധേയമാക്കാറുള്ളത്? വൃക്കകൾക്ക് തകരാറുള്ളവരെയാണ് ഡയാലിസിസിന് വിധേയമാക്കുന്നത്. സ്കാപ്പുല എന്ന അസ്ഥി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്കാപ്പുല എന്ന അസ്ഥി തോളിൻ്റെ പുറകുവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. തോളിൻ്റെ പുറകുവശത്താണ് സ്കാപ്പുല എന്ന അസ്ഥി സ്ഥിതി ചെയ്യുന്നത്. രക്തത്തിൽ നിന്ന് മൂത്രം വേർതിരിച്ചെടുക്കുന്നത് എന്ത്? രക്തത്തിൽ നിന്ന് മൂത്രം വേർതിരിച്ചെടുക്കുന്നത് വൃക്കാനാളികളാണ്. വൃക്കാനാളികളാണ് രക്തത്തിൽ നിന്ന് മൂത്രം വേർതിരിച്ചെടുക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശിയാണ് സാർട്ടോറിയസ്. സാർട്ടോറിയസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇങ്ങനെ പഠിക്കുമ്പോൾ ഏത് ഭാഗത്തു നിന്നാണോ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ആ ഭാഗം ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഭാഗങ്ങളിൽ നിന്നാണല്ലോ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ, അപ്പോൾ ഇത് പേശികളെ കുറിച്ച് ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ പേശികളെ കുറിച്ചിട്ട് നമുക്കൊന്ന് ചെറിയൊരു നോട്ട് എഴുതിയിട്ടുണ്ട്, അതൊന്ന് നോക്കാം. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഏതെന്ന് ചോദിച്ചാൽ ഹൃദയപേശിയാണ്. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഏതെന്ന് ചോദിച്ചാൽ ഹൃദയപേശിയാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏതെന്ന് ചോദിച്ചാൽ ഹൃദയപേശി ഓപ്ഷനിലുണ്ടാവും, അത് ചെയ്യരുത്. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൺപോളയിലെ പേശിയാണ്. അപ്പോൾ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഏതെന്ന് ചോദിച്ചാൽ ഹൃദയപേശിയാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശിയാണ് കൺപോളയിലെ പേശി. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി നേരത്തെ നമ്മൾ പഠിച്ചു, ഏതായിരുന്നു? ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. ഏറ്റവും ചെറിയ പേശിയാണ് സ്റ്റെപ്പിഡിയസ്. സ്റ്റെപ്പിഡിയസ് ആണ് ഏറ്റവും ചെറിയ പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി ഇത് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, സാർട്ടോറിയസ്. സാർട്ടോറിയസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി. ഏറ്റവും ബലിഷ്ഠമായ പേശി എന്ന് ചോദിച്ചാൽ ഗർഭാശയ പേശിയാണ്. ഇത് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാം. ഓപ്ഷനിൽ നമ്മൾ പഠിച്ച എല്ലാ ഓപ്ഷനും ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് നമുക്ക് തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകൂടി പറയാം. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയപേശി. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശിയാണ് കൺപോളയിലെ പേശി. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഏറ്റവും ചെറിയ പേശി മനുഷ്യ ശരീരത്തിലെ സ്റ്റെപ്പിഡിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശിയാണ് സാർട്ടോറിയസ്. ഏറ്റവും ബലിഷ്ഠമായ പേശി ചോദിച്ചാൽ ഗർഭാശയ പേശിയാണ്. നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിൽ രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്ന അവയവം ഏത്? മനുഷ്യ ശരീരത്തിൽ രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്ന അവയവമാണ് കരൾ. കരളാണ് മനുഷ്യ ശരീരത്തിൽ രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്ന അവയവം. എല്ലിലും പല്ലിലും അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു ഏത്? എല്ലിലും പല്ലിലും അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തുവാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് എല്ലിലും പല്ലിലും അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. പല്ലിൻ്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. പിത്തരസം ശേഖരിക്കപ്പെടുന്നത് എവിടെയാണ്? പിത്തരസം ശേഖരിക്കപ്പെടുന്നത് എവിടെ? പിത്താശയത്തിലാണ് പിത്തരസം ശേഖരിക്കപ്പെടുന്നത്. പിത്താശയത്തിലാണ് പിത്തരസം ശേഖരിക്കപ്പെടുന്നത്.
നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കുവാൻ നിയുക്തമായ അവയവം ഏത്? നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കുവാൻ നിയുക്തമായ അവയവമാണ് കരൾ. കരളാണ് നോട്ട് ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കുവാൻ നിയുക്തമായ അവയവമാണ് കരൾ. ശരീരത്തിലെ രക്തബാങ്ക് ഏത്? ശരീരത്തിലെ രക്തബാങ്കാണ് പ്ലീഹ. പ്ലീഹയാണ് ശരീരത്തിലെ രക്തബാങ്ക്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് കരൾ. കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. രക്തം കട്ടപിടിക്കാതാകുന്ന രോഗം ഏത്? രക്തം കട്ടപിടിക്കാതാകുന്ന രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയയാണ് രക്തം കട്ടപിടിക്കാതാകുന്ന രോഗം. അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവം ഏത്? അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവമാണ് കരൾ. പ്രായപൂർത്തിയായ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തം കാണും? പ്രായപൂർത്തിയായ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ 5-6 ലിറ്റർ രക്തമാണ് കാണുന്നത്. പ്രായപൂർത്തിയായ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തം കാണും? 5-6 ലിറ്റർ. 5 മുതൽ 6 ലിറ്റർ വരെ. 5 മുതൽ 6 ലിറ്റർ വരെ രക്തമാണ് പ്രായപൂർത്തിയായ ഒരാളുടെ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന രക്തത്തിന്റെ അളവ്. കരളിനെ ബാധിക്കുന്ന രോഗം. കരളിനെ ബാധിക്കുന്ന രോഗമാണ് സീറോസിസ്. കരളിനെ ബാധിക്കുന്ന രോഗമാണ് സീറോസിസ്. ആന്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് ഏത്? ആന്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ്. ആന്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ്. ശ്വാസകോശങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏത്? ശ്വാസകോശങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. പ്ലൂറയാണ് ശ്വാസകോശങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം. ജലദോഷത്തിന് കാരണമായ അണുജീവി ഏത്? ജലദോഷത്തിന് കാരണമായ അണുജീവിയാണ് വൈറസ്. ജലദോഷത്തിന് കാരണമായ അണുജീവിയാണ് വൈറസ്. ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് അസ്ഥിമജ്ജയിലാണ്. അസ്ഥിമജ്ജയിലാണ് ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏത്? ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകമാണ് ചുവന്ന രക്താണുക്കൾ. ചുവന്ന രക്താണുക്കളാണ് ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം. ചുവന്ന രക്താണുക്കൾ. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന താപനില -°C ആണ്. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന താപനില 4°C ആണ്. 4°C. എ, ബി, ഒ രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? എ, ബി, ഒ രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കാൾ ലാൻഡ്സ്റ്റൈനർ. എ, ബി, ഒ രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കാൾ ലാൻഡ്സ്റ്റൈനർ. കാൾ ലാൻഡ്സ്റ്റൈനറാണ് എ, ബി, ഒ രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. നമ്മുടെ ശരീരത്തിലുള്ള ചുവന്ന രക്താണുക്കളുടെ ജീവിതകാലം എത്രയാണ്? നമ്മുടെ ശരീരത്തിലുള്ള ചുവന്ന രക്താണുക്കളുടെ ജീവിതകാലം ശരാശരി 120 ദിവസമാണ്. ശരാശരി 120 ദിവസമാണ് നമ്മുടെ ശരീരത്തിലുള്ള ചുവന്ന രക്താണുക്കളുടെ ജീവിതകാലം. ഹൃദയ മസിലുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ രക്തം എത്തിക്കുന്ന രക്തധമനി ഏതാണ്? ഹൃദയ മസിലുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ രക്തം എത്തിക്കുന്ന രക്തധമനിയാണ് കൊറോണറി ആർട്ടറി. കൊറോണറി ആർട്ടറിയാണ് ഹൃദയ മസിലുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ രക്തം എത്തിക്കുന്ന രക്തധമനി. ഹൃദയ മസിലുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ രക്തം എത്തിക്കുന്ന രക്തധമനിയാണ് കൊറോണറി ആർട്ടറി. മനുഷ്യഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? മനുഷ്യഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? ഇടതു വെൻട്രിക്കിൾ. ഇടതു വെൻട്രിക്കിളിനാണ്
ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? മനുഷ്യഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? ഇടത് വെൻട്രിക്കിളിലാണ്. മയോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? മയോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് മയോപ്പിയ. കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് മയോപ്പിയ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ധാതു ഏത്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ധാതുവാണ് കാൽസ്യം. കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ധാതു. കാഴ്ചശക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വൈറ്റമിൻ ഏത്? കാഴ്ചശക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ആണ് കാഴ്ചശക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിറ്റമിൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഷ്ലീഡനും ഷ്വാനും കൂടി ചേർന്നാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഷ്ലീഡനും ഷ്വാനും ചേർന്നാണ്. സീറോഫ്താൽമിയ രോഗത്തിന് കാരണം എന്തിന്റെ അപര്യാപ്തതയാണ്? സീറോഫ്താൽമിയ രോഗത്തിന് കാരണം എന്തിന്റെ അപര്യാപ്തതയാണ്? ജീവകം എയുടെ അപര്യാപ്തതയാണ് സീറോഫ്താൽമിയ. സീറോഫ്താൽമിയ രോഗത്തിന് കാരണം എന്തിന്റെ അപര്യാപ്തതയാണ്? ജീവകം എയുടെ കുറവ് മൂലമാണ് സീറോഫ്താൽമിയ ഉണ്ടാകുന്നത്. പഞ്ചേന്ദ്രിയങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പഞ്ചേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ? അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. ആഹാരത്തിലെ പോഷകാംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ്? ആഹാരത്തിലെ പോഷകാംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ആഹാരത്തിലെ പോഷകാംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഏതാണ്? മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗമാണ് റൈബോസോം. റൈബോസോം ആണ് മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം. കേരളത്തിൽ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടന്ന വർഷം ഏത്? കേരളത്തിൽ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടന്ന വർഷം 2003 2003 കേരളത്തിൽ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടന്നത്. ക്യാൻസർ ബാധിക്കാത്ത ശരീരത്തിലെ അവയവം ഏത്? ക്യാൻസർ ബാധിക്കാത്ത ശരീരത്തിലെ അവയവമാണ് ഹൃദയം. ഹൃദയമാണ് ക്യാൻസർ ബാധിക്കാത്ത ശരീരത്തിലെ അവയവം. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മസ്തിഷ്കം എന്നുള്ള ഭാഗം ഏരിയ റാങ്ക് ഫയലിൽ നോക്കി നന്നായിട്ട് പഠിക്കുക. അത് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ്. ഹൈപ്പോതലാമസ്, സെറിബ്രം, സെറിബെല്ലം, മെഡുല്ലോ ഒബ്ലോങ്ങേറ്റ എല്ലാം ഓപ്ഷനിലുണ്ടാവും. അത് നമുക്കൊരു തീരാത്ത തലവേദന കൂടിയാണ്. അപ്പോൾ മസ്തിഷ്കം എന്നുള്ള ഭാഗം നന്നായിട്ട് പഠിക്കുക. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയയാണ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏത്? ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകമാണ് സീബം. സീബമാണ് ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം. സ്ഫിഗ്മോമാനോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? സ്ഫിഗ്മോമാനോമീറ്റർ ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം അളക്കാനാണ്. രക്തസമ്മർദ്ദം അളക്കാനാണ് സ്ഫിഗ്മോമാനോമീറ്റർ ഉപയോഗിക്കുന്നത്.
കെരാറ്റിൻ എന്ന പദാർത്ഥം ഉള്ളത് ഓപ്ഷനിലുണ്ടായിരുന്നത് ചർമ്മം, രക്തം, ചർമ്മത്തിൽ, രക്തത്തിൽ, കരളിൽ, അസ്ഥിയിൽ. അതായിരുന്നു. കെരാറ്റിൻ എന്ന പദാർത്ഥം ഉള്ളത് ചർമ്മത്തിലാണ്. നോട്ട് ചെയ്യാം. കെരാറ്റിൻ എന്ന പദാർത്ഥം ഉള്ളത് ചർമ്മത്തിലാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചത് ആര്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചത് വില്യം ഐന്തോവനാണ്. വില്യം ഐന്തോവനാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചത്. മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ എത്ര കാലമെടുക്കും? മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ 30 ദിവസമെടുക്കും. 30 ദിവസത്തിനുള്ളിലാണ് മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ എത്ര കാലമെടുക്കും? 30 ദിവസം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. മനുഷ്യ ഹൃദയത്തിന്റെ ഏകദേശ ഭാരം എത്ര? മനുഷ്യ ഹൃദയത്തിന്റെ ഏകദേശ ഭാരം 300 ഗ്രാമാണ്. 300 ഗ്രാമാണ് മനുഷ്യ ഹൃദയത്തിന്റെ ഏകദേശ ഭാരം. ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്തെ റിഫ്ലെക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് ഡാഷ് ആണ്. ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്തെ റിഫ്ലെക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡാണ്. ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്തെ റിഫ്ലെക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് ഡാഷ് ആണ്. എന്താണ്? സ്പൈനൽ കോഡാണ്. ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്തെ റിഫ്ലെക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡാണ്. മനുഷ്യ ശരീരത്തിനെ തുലനാവസ്ഥയിൽ നിലനിർത്തുന്നത് ഏത് അവയവമാണ്? മനുഷ്യ ശരീരത്തിനെ തുലനാവസ്ഥയിൽ നിലനിർത്തുന്നത് ഉൾച്ചെവിയാണ്. ഉൾച്ചെവിയാണ് മനുഷ്യ ശരീരത്തിനെ തുലനാവസ്ഥയിൽ നിലനിർത്തുന്നത്. വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസാണ് ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസ്. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിന്റെ അളവ് പ്രതിപാദിക്കുന്ന യൂണിറ്റ് ഏത്? ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിന്റെ അളവ് പ്രതിപാദിക്കുന്ന യൂണിറ്റാണ് കലോറി. കലോറിയാണ് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിന്റെ അളവ് പ്രതിപാദിക്കുന്ന യൂണിറ്റ്. നിശ്വാസവായുവിൽ ജലബാഷ്പം എത്ര ശതമാനമാണ്? നിശ്വാസവായുവിൽ ജലബാഷ്പം എത്ര ശതമാനമാണ്? 3% നിശ്വാസവായുവിലുള്ള ജലബാഷ്പത്തിന്റെ അളവ്. നിശ്വാസവായുവിൽ ജലബാഷ്പത്തിന്റെ അളവ് എത്ര ശതമാനമാണ്? 3%. പാറ്റയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര? പാറ്റയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 13 ആണ്. പാറ്റയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം. ട്രക്കോമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? ട്രക്കോമ രോഗം ബാധിക്കുന്ന അവയവമാണ് കണ്ണ്. കണ്ണാണ് ട്രക്കോമ രോഗം ബാധിക്കുന്ന അവയവം. ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥിയാണ് ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. 1 ഗ്രാം ധാന്യത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജം എത്ര? 1 ഗ്രാം ധാന്യത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജം 4 കലോറിയാണ്. 4 കലോറിയാണ് 1 ഗ്രാം ധാന്യത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഏത്? ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത്. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ അന്ധന്മാരുള്ള രാജ്യവും ഇന്ത്യ തന്നെയാണ്. നോട്ട് ചെയ്യുക, ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് ഇന്ത്യയിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ അന്ധന്മാരുള്ള രാജ്യവും ഇന്ത്യ തന്നെയാണ്. അക്യുപങ്ക്ചർ ചികിത്സാ സമ്പ്രദായം നിലവിലുള്ള രാജ്യം ഏത്? അക്യുപങ്ക്ചർ ചികിത്സാ സമ്പ്രദായം നിലവിലുള്ള രാജ്യമാണ് ചൈന. ചൈനയിലാണ് അക്യുപങ്ക്ചർ ചികിത്സാ സമ്പ്രദായം നിലവിലുള്ളത്.
യുനാനി ചികിത്സ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ആരാണ്? യുനാനി ചികിത്സ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് അറബികളാണ് യുനാനി ചികിത്സ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആത്രേയ മഹർഷിയെയാണ്. ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി ആയുർവേദത്തിന്റെ ത്രിമൂർത്തികളുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യാം. ആയുർവേദത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ചരകൻ, ശുശ്രുതൻ, വാഗ്ഭടൻ എന്നിവരാണ് ആയുർവേദത്തിലെ ത്രിമൂർത്തികൾ. ഇതിൽ വാഗ്ഭടന് ഒരു വിശേഷണം കൂടിയുണ്ട്. അഷ്ടാംഗ ഹൃദയത്തിന്റെ കർത്താവാണ് വാഗ്ഭടൻ. നോട്ട് ചെയ്യാം. ആയുർവേദത്തിന്റെ പിതാവാണ് ആത്രേയ മഹർഷി. ആയുർവേദത്തിലെ ത്രിമൂർത്തികളാണ് ചരകൻ, ശുശ്രുതൻ, വാഗ്ഭടൻ എന്നിവർ. അഷ്ടാംഗ ഹൃദയത്തിന്റെ കർത്താവാണ് ആര്? വാഗ്ഭടൻ. അപ്പം നമ്മൾ 3 ക്ലാസ്സുകളിലായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് കേൾക്കുക മാത്രമല്ല, അത് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുന്നത് എന്നുള്ളത്. നമ്മളിത് പഠിക്കുക മാത്രമല്ല, ഇത് ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോഴും ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഏത് ഭാഗത്തു നിന്നാണോ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ആ ഭാഗം ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. ആ ഭാഗത്തുനിന്ന് PSC കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് തന്നെ ഇടാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക്